ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ പ്രധാനമന്ത്രിയുടെ അവാർഡ് നേടിയ അന്തർവാഹിനി INS സിന്ധുതാജ് കാണാൻ വേണ്ടി ഞങ്ങളും പോയി. ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ പോയത്. ബിക്കോസ് ഞങ്ങൾ ന്യൂസിൽ കണ്ടപ്പം ഞാനത് കാണണം, ഒന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയായിരുന്നു. ആൻഡ് ഫൈനലി ഞങ്ങൾ അവിടത്തേക്ക് പോയി. ഞങ്ങൾ ഒരുപാട് അവരോട് ചോദിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വഴിയുണ്ടോയെന്ന്. ബട്ട് നോ വേ. അവർ പറഞ്ഞു നല്ല റിസ്ക്കാണ്. ഞങ്ങളിപ്പം പോകുന്ന വഴി തന്നെ നല്ല ചളിയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. വീഡിയോ നല്ലപോലെ ഷെയ്ക്കാവുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങൾ റിസ്ക് എടുത്തില്ല. അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഏകദേശം 5-6 ദിവസത്തിൻ്റെ പരിശ്രമത്തിനൊടുവിലാണ് കേട്ടോ അവർ ഈ ഒരു മുങ്ങിക്കപ്പൽ കരയ്ക്ക് എത്തിക്കുന്നത്. ഏകദേശം 3 ഫിഷിംഗ് ബോട്ട് ഒരു ടഗ്ഗൊക്കെ ഉപയോഗിച്ചാണ് അവരത് കരയ്ക്ക് എത്തിക്കുന്നത്. 3 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു കപ്പൽ സിൽക്കിന് കിട്ടുന്നത്. വിശാഖപട്ടണത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു കപ്പൽ നമ്മുടെ കണ്ണൂർ സിൽക്കിൽ എത്തിച്ചിട്ടുള്ളത്. ആൻഡ് ഏകദേശം കപ്പൽ 1950 ടണ്ണോളം വെയിറ്റ് വരുമെന്നാണ് അവർ പറഞ്ഞത്. 2014 സിൽക്കിൽ കപ്പൽ പൊളിക്കലൊക്കെ നിർത്തിവെച്ചായിരുന്നു. ആൻഡ് 2019 അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇങ്ങനൊരു അവാർഡ്, അതായത് മന്ത്രിയുടെ അവാർഡൊക്കെ നേടിയ അന്തർവാഹിനി INS സിന്ധുതാജ് നമ്മുടെ നാട്ടിലെത്തിയിട്ട് കാണാൻ പോകാണ്ടിരിക്കൽ ശരിയല്ലല്ലോ. ആൻഡ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോ? അതിൽ അവർ കാണിക്കുന്നത് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്നവരും ഉണ്ടല്ലോ ഈ കപ്പലിൻ്റെ ഓരോ ഭാഗങ്ങൾ അവർ പൊളിച്ച് ഓരോ ഭാഗങ്ങളായി കരയിലെത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ കാണുന്ന പോലെ തന്നെ കഷ്ണം കഷ്ണമായി മാറ്റി അവർ ഇരുമ്പുരുക്ക് വ്യവസായശാലയിലേക്കാണ് കേട്ടോ അത് എത്തിക്കുക. ഏകദേശം 6 മാസം ആകുമ്പോഴേക്കും ഈ ഒരു മുങ്ങിക്കപ്പൽ വെറും ഓർമ്മയിൽ ഒതുങ്ങും. ആൻഡ് നല്ല വൈബായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.